BJP ഞങ്ങൾ തമ്മിലാണ് മത്സരമെന്ന് EP ജയരാജൻ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മത്സരം LDF UDF തമ്മിലാണ്. അങ്ങനെയല്ല എന്ന് EP ജയരാജൻ പറഞ്ഞോ? നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതല്ലേ? നിങ്ങൾ ഇവിടെ ഞങ്ങൾ ഇല്ല പറഞ്ഞില്ല ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം കേരളീയ സമൂഹം മുഴുവൻ കണ്ടതല്ലേ? പിന്നെ നാണക്കെടുത്തി കണ്ടതല്ലേ? നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നല്ലേ? അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ മണ്ഡലങ്ങളിലെ മത്സരം LDF-ഉം BJP-യും തമ്മിലാണ്. പറഞ്ഞ കാര്യം കേൾപ്പിക്കുക. എന്തിനു ഞാൻ പറയിപ്പിക്കേണ്ട ആവശ്യമോ? വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഞാൻ പറയിക്കേണ്ട ആവശ്യം പറഞ്ഞില്ലല്ലോ. പിന്നെ പറയിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്താവന ആരുടെയും വായിൽ തിരിയണമെന്നുണ്ടോ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കും. ഒരിക്കലും കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ജയരാജൻ കേരളീയ സമൂഹത്തോട് പറഞ്ഞതാണ്. EP ജയരാജൻ കേരളീയ സമൂഹത്തോട് പറഞ്ഞതാണ് BJP ഇവിടെ മത്സരം നടക്കുന്നത് LDF-ഉം BJP-യും തമ്മിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളാണോ പറഞ്ഞത്? EP ജയരാജൻ LDF-ന്റെ കൺവീനറാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങളെ ഞാനാ വർത്താനം പറയുന്നത്, നിങ്ങളല്ല. വസ്തുതകൾ നിങ്ങൾ വർത്താനം പറയുന്നത് നിങ്ങൾ പറയുന്ന അന്യായം മുഴുവൻ ഞാൻ കേട്ടോണ്ടിരിക്കാന്ന്. നിങ്ങൾ കുറെ വൃത്തികേട്. നിങ്ങൾ അത് എന്റെ അവകാശമല്ലേ? അവകാശമാണ് കള്ളം പറയാൻ. ഞാൻ നിർത്തി. കള്ളം പറയാനുള്ള അവകാശം നിങ്ങൾക്കുള്ളതാണ്. ഞാൻ നിർത്തി. എടോ എന്ത് ചൈന ഭാഷ പറയുന്നോടാ? പിന്നെ ചാഴിക്കാടാ അല്ല പിന്നെ ചാമക്കാരോട് ഞാൻ ഒരു കാര്യം പറയാം. താൻ പറയുന്ന സകല കള്ളവും സകല വൃത്തികേടും ഒരക്ഷരം കേരളീയ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത് LDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെന്നാണ്. ഞാനതല്ല ചോദിച്ചത്. ചാമക്കാരെ ഞാനതല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചതൊന്നല്ല. ഒരല്പം മട്ടുണ്ടല്ലേ? ഞാൻ ചോദിച്ചത്, ഞാൻ സംസാരിക്കുമ്പോ തനിക്ക് വർത്തമാനം പറയാൻ ആരാണ് അവകാശം തന്നത്? ഞാനതാ ചോദിച്ചത്. സംസാരിക്കുമ്പോ EP ജയരാജനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ താങ്കളെ താൻ എന്നും പറയാമെന്ന് കരുതി കളയരുത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അല്ലെ നിങ്ങൾ ദേശീയ തലത്തിൽ നിങ്ങൾ ഒരു മുന്നണിയിലാണ്. നെയിം കോളിംഗ് ഒക്കെ ഒഴിവാക്കി വിഷയങ്ങളൊക്കെ സംസാരിച്ചു പോവാം. ചാമക്കാലയായിട്ട് കുറെ കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. കളവിന്റെ അങ്ങേത്തല പറയുന്ന ആളെ ചാമക്കാല. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കളവ് താങ്കൾ പറയും. പക്ഷെ ഞാൻ പറയുന്നു, താങ്കൾ പറഞ്ഞ കളവ് EP ജയരാജനുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞത് പച്ച കള്ളമാണ്. ചാമക്കാലെ ഞാൻ തന്നോട് ഒരു കാര്യം പറഞ്ഞത്. താങ്കൾ ഞാൻ എന്ത് പറയണമെന്ന് നീ സംസാരിക്കുക. കേട്ടോ, മര്യാദ നമ്മളൊരു രാഷ്ട്രീയ സംവാദമല്ലേ പ്രകാശ്? വിളിയുണ്ടല്ലോ, കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. നമ്മളൊരു രാഷ്ട്രീയ സംവാദമല്ലേ? നീ എന്നുള്ള വിളിയുണ്ടല്ലോ, രാഷ്ട്രീയ സംവാദമല്ലേ? എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത്. പ്രധാനപ്പെട്ട പാർട്ടികളുടെ ബഹുമാന്യരായ നേതാക്കളാണ്. എല്ലാവർക്കും അറിയാം. നന്നായിട്ട് അറിയാം. ചാമക്കാരുടെ വായയെ പറ്റിയൊക്കെ എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം.
നീ എന്നൊക്കെ വിളിക്കുന്നത് ചാമക്കാരുടെ വായയെ പറ്റി എന്റെ എനിക്ക് വായ നന്നായിട്ട് അറിയാം. അതെ എന്റെ വായ ചാമക്കാരുടെ വായയെ പറ്റിയൊക്കെ എന്റെ എനിക്ക് തിരുവാ നന്നായിട്ട് തുറക്കരുത്. കേട്ടോ പ്രകാശ്? തുറന്നാലേക്ക് ഭൂകമ്പുണ്ടാവും. കേട്ടോ പ്രകാശ്? ചാമക്കാരുടെ വായ തുറന്ന് പ്രകാശ്, ചാമക്കാരുടെ വായ തുറന്ന് നീ എന്നൊക്കെ ഭൂകമ്പുണ്ടാവും. വിളിക്കുന്നത് സൂക്ഷിച്ച് വളരെ കേട്ടോ? ചാമക്കാരുടെ നിന്റെ വായ കീഴെ വിട്ടാൽ നല്ല ഞാൻ ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. ചാമക്കാരുടെ വായ തുറന്നാലും ഒരു ഭൂകമ്പുണ്ടാവില്ല. അല്ല, ഞാൻ പറയുന്നത് രണ്ടുപേരും കേൾക്കൂ. തന്റെ വായ തുറന്നാലും ഒരു ഭൂകമ്പുണ്ടാവില്ല. നിങ്ങൾ അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ. നിങ്ങൾ രണ്ടുപേരും ഒരു മുഖമുണ്ടാവില്ല. രണ്ട് അതെ, പാർട്ടികളുടെ അതെ, രണ്ട് അതെ, പ്രധാനപ്പെട്ട നീ പാർട്ടികളുടെ പറയുന്നത് സൂക്ഷിച്ച് ബഹുമാന്യ ശേഖരന്റെ നാട്ടിൽ മേടിച്ച് നീ അടങ്ങൂല്ലടാ. നേതാക്കളാണ്. നീ വിളിക്കുന്നത് സൂക്ഷിച്ച് ഇത് വേണം. പ്രേക്ഷകരെല്ലാവരും കാണുകയാണ്. നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. പരസ്പരം വഴക്കുണ്ടാക്കുന്നത് എന്തിനാ? രാഷ്ട്രീയം സംസാരിക്കാം. നിങ്ങൾ രണ്ടുപേരും ബഹുമാന്യരായ നേതാക്കളാണ്. രണ്ട് ബഹുമാന്യ പാർട്ടികളുടെ നേതാക്കളാണ്. ഞാൻ ചാമക്ക അപ്പൊ നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. ആയിക്കോട്ടെ. വ്യക്തിപരമായി ഏറ്റുമുട്ടൽ വേണ്ട. പറയൂ. ഞാൻ ചാമക്ക വിഷയത്തിലേക്ക് വരും. ഞാൻ ചാമക്കാല പറയുമ്പോ ഞാൻ അതൊന്നല്ല പറയുന്നേ. ഞാൻ ചോദിക്കുന്നത് ചാമക്കാല പറയുന്നതിന് ഒരുപാട് കളവുണ്ട്, ഒരുപാട് അന്യായങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പറയുന്നതാണ്. ആ പറയാൻ അവർക്ക് അവകാശമുണ്ട്. അത് അദ്ദേഹം പറയുമ്പോൾ ഞാൻ വേണ്ടിയിട്ടില്ല. ശരി, പിന്നെ ഞാൻ പറയുമ്പോ അത് കളവാണെന്ന് കാര്യം പറയാൻ ഇയാൾക്ക് അവകാശം. ശരി, ഓക്കേ. അത് ഇന്നലെയല്ല, ചാമക്കാല എല്ലാ ചർച്ചകളും സ്വീകരിക്കുന്ന നിലപാടാണ്. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? ചാമക്കാല മാത്രമല്ലല്ലോ കോൺഗ്രസിനോട് സംസാരിക്കുന്നത്, മറ്റൊരു ഒറ്റയാൾ ഇങ്ങനെ സംസാരിക്കാറില്ല. ചാമക്കാല വിചാരിക്കണ്ട ചാമക്കാല വിരുദ്ധനാണ് എന്ന്. ചാമക്കാല ആരാ? ഒരു രാഷ്ട്രീയ നേതാവല്ലാതെ. ശരി, ഓക്കെ. അതിനു മുമ്പ് ഇവിടെ ഞാൻ ഈ ചർച്ചയിൽ വന്ന് കളവ് പറയുന്നു എന്നാണ് ശ്രീ പ്രകാശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും എൻ്റെ ബഹുമാനം കൊണ്ടാണ് ഞാൻ ശ്രീ എന്ന് ചേർത്തത്. എന്നെ നീ എന്ന് വിളിച്ച ആളാണ്. ആയിക്കോട്ടെ. ഇവിടെ പ്രകാശൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കളവ് തിരുത്താനാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇന്ന കാര്യങ്ങൾ കളവാണ് എന്ന് ബോധ്യപ്പെടുത്താനും അത് സാക്ഷ്യപ്പെടുത്താനുമാണ് അദ്ദേഹത്തെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുമ്പോൾ കേരളീയ സമൂഹം മുഴുവൻ കേട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് അത് ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എത്രയോ ദിവസമായി ചർച്ച ചെയ്യുന്നു. ഇ.പി. ജയരാജൻ പറഞ്ഞു LDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെന്ന്. ഇ.പി. ജയരാജൻ പറഞ്ഞു LDF-ഉം പിന്നെ BJP-യുടെ സ്ഥാനാർത്ഥികൾ മെച്ചപ്പെട്ടവരാണെന്ന്. ഇ.പി. ജയരാജന്റെ ഞാൻ ചോദിച്ചല്ലോ, ഇ.പി. ജയരാജന്റെ ഭാര്യയുടെ പേരിൽ ഉണ്ടായിരുന്ന റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരൻ വാങ്ങിയില്ലെന്ന്. അതൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ അസ്വസ്ഥരാകുന്ന എന്തിനാ ബളം വയ്ക്കുന്നത്? ആ ഉള്ള കാര്യങ്ങൾ ഞാൻ കളവാണോ പറഞ്ഞത്? നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമല്ല ഞാൻ ചോദിച്ചത്. അത് ചോദിക്കുമ്പോൾ ആദ്യം എടോ എന്ന് വിളിക്കുക, പിന്നെ താനെന്ന് വിളിക്കുക, അത് കഴിഞ്ഞ് എല്ലാ കടമ്പയും കഴിഞ്ഞിട്ട് നീ എന്ന് വിളിക്കുക. ഇതിനൊക്കെ നല്ല മറുപടി, വായിക്ക് രുചിയായി മറുപടി പറയാൻ അറിയാവുന്ന തന്നെയാ ഞാൻ. വായിക്ക് രുചിയായി എന്റെ തിരുവാ തുറപ്പിക്കേണ്ടെന്ന് വിചാരിച്ചില്ല. തെരഞ്ഞെടുപ്പാണ്, സാമാന്യ മര്യാദ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ. അപ്പൊ അതുകൊണ്ട് അത്ര അഭ്യാസം ഒന്നും ഇങ്ങോട്ട് വേണ്ട. ഇതൊക്കെ പഠിച്ചതേ പാടൂ. ഇതൊക്കെ പഠിച്ചു വന്നതിന്റെ പ്രശ്നമാണ്. മാഷെന്ന് കൂടെ എഴുതിയാൽ പോരാ, ആ ഒരു ഔന്നിത്യം കൂടെ ഉണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് ശ്രീ പ്രകാശിനോട് സൂചിപ്പിക്കാനുള്ളൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.